എന്റെ റോബോട്ടിക് പിരാന എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഞാനും ആ വാർത്ത കേട്ടു. നമ്മുടെ ലേക്കില് പിരാനാസ് വന്നു ഞാനും അറിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ചേടാ, ഈ കാണുന്നത് നമ്മുടെ ലേക്കും കടലുമാണല്ലോ അപ്പൂപ്പ. നിങ്ങൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇതാണ് പിരാന മത്സ്യത്തിന്റെ ഏരിയ. അത് ശരി. പിന്നെ പിരാന മീനുകൾ ഇവിടെ വന്നേ? എനിക്ക് തോന്നുന്നത് അവറ്റകൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ പിരാന ഇങ്ങോട്ട് വന്നത്. ഒരുപക്ഷെ പിരാനയെ അവരുടെ ഏരിയയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവാണെങ്കിൽ, അവരുടെ അവിടുത്തെ പ്രശ്നം നമ്മൾ തീർക്കുവാണെങ്കിൽ. അത് തന്നെയാ നമ്മൾ ചെയ്യേണ്ടതും. വീർ, ഇത് ഡ്രാഗിംഗ് ലിക്വിഡ് ആണ്. ഇത് നീ കൊണ്ടുപോയി കടലിൽ ഒഴിച്ചാൽ പിരാനയെ നിനക്ക് എങ്ങോട്ട് കൊണ്ടുപോകണമോ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ഇതിന്റെ സുഗന്ധം കൊണ്ട് പിരാന ഇതിനെ ഫോളോ ചെയ്യും. ഇത് മതി. എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒരല്പം സൂക്ഷിക്കണം. ഇവിടെ ഒറിജിനൽ പിരാനയുള്ള സ്ഥല. അത് മാത്രമല്ല, അവറ്റകളെല്ലാം ഭയങ്കര അപകടം പിടിച്ചവയാ. എനിക്കെല്ലാം അറിയാടാ മരമണ്ട. ഞാൻ എന്റെ റോബോട്ടിക് പിരാനയെ ഈ തടാകത്തിലേക്ക് ഇടാൻ പോവുകയാണ്. നിങ്ങൾ വലിയ മഹാനാണ് ബോസ്. Shut up! ഞാൻ മഹാനാണെന്ന് നീ പറയണമെന്നില്ല. എനിക്കറിയാം, ഞാൻ മഹാനാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ഇംലി, ചുൾബുൾ, നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്ക്. ഞാൻ ചെന്ന കുട്ടിയെ രക്ഷിച്ചിട്ട് വന്നേക്കാം. പ്രശ്നമുണ്ടല്ലോ. ഈ പിരാനിക്കും ആ പിരാനിക്കും ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എക്സ്റേ വിഷൻ ഓൺ, എക്സ്റേ വിഷൻ ഓൺ. ഓ, ഇത് ഏതാണ്ട് ഒരു റോബോട്ടിക് പിരാനയാണ്. എന്ന് വെച്ചാൽ ഇത് മാഡ് മാക്സിന്റെ ചതിയാണ്. ഏതോ ഒരു ഏലിയൻ ഇമിലിയെ തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. ഇക്കാര്യം ഉടനെ ഞാൻ അപ്പൂപ്പനെ അറിയിക്കണം. അപ്പൂപ്പ ഇവിടെ വലിയ പ്രശ്നമായിരിക്കാം. എനിക്ക് തോന്നുന്നത് മാഡ് മാക്സ് ഏതോ ഒരു ഏലിയനെ ഉപയോഗിച്ച് എമിലിയെ തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുക. നീ എമിലിക്കൊന്നും വരാതെ നോക്കിക്കോണം. പിന്നെ നിന്റെ എക്സ്റേ വിഷനിൽ ആ ഏലിയന്റെ ചിത്രം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് വേഗം എന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ്. ഞാൻ അത് കണ്ടിട്ട് ഒരു വഴി പറയാം. ഓക്കേ അപ്പൂപ്പ. ഓ, ഇത് വ്യത്യസ്ത കെമിക്കലുകൾ വെച്ചുണ്ടാക്കിയ ഒരു ഗ്ലോബാണ്. തീർച്ചയായും ഇത് മാഡ് മാക്സിന്റെ ചതി തന്നെ ആയിരിക്കും. ഇനി ആ വീർ എന്നെ അന്വേഷിച്ചു വന്നല്ലേ പറ്റോ. ഇനി ആ പ്രേം സഹായിക്കും വീരനും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ പ്രാവശ്യം ആ എമിലിയെയും പിന്നെ ആ ചുൾബുളിനെയും എന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം.
ചേർത്ത് ചുൾബുളിനെ തന്റെ കൺട്രോളിലാക്കിയിരിക്കുക. അവർ രണ്ടുപേരെ ഒരു വാനിൽ അടിച്ചുപൂട്ടി എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അപ്പൂപ്പ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യ്. റോബോബോയ് സ്യൂട്ട് ഓൺ. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ ഈ എമിലിയും ചുൾബുളും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. വീർ അവന്റെ കൂട്ടുകാരുടെ കൈകൊണ്ട് തന്നെ മരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് ബോസ്.